ചോദിച്ചു, അഊദു ബില്ലാഹ്. അങ്ങനെ കാവൽ ചോദിക്കുമ്പോൾ ആ കാവൽ ചോദിച്ചത് അല്ലാഹു ഖബൂൽ ചെയ്യാൻ ഫലവത്താകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇസ്തിഗാസ ചെയ്തു. ഇസ്തിഗാസ തവസ്സുലാണ്. തവസ്സുലിന്റെ ഒരു ഇനമാണ് ഇസ്തിഗാസ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അഊദു ബി റസൂലില്ലാഹ് എന്ന് പറഞ്ഞു. പടച്ചവന് കാക്കാൻ കഴിയൂല എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞല്ല. അങ്ങനെ ഒരു സഹാബി വിശ്വസിക്കൂല. ഏതുപോലെ നമ്മൾ സാധാരണയായി ബദർ മൗലിദ് ഓതുമ്പോ പടച്ച റബ്ബിനോട് പറയും, ബദരീങ്ങൾ കാവലിലേക്കല്ലാ. അതിന്റെ അർത്ഥം അള്ളാഹ് കാവലി തരാൻ കഴിയാത്തതുകൊണ്ട് ബദരീങ്ങളെ കാവല് വേണമെന്ന് അങ്ങനെ വല്ല മുസ്ലിമും വിശ്വസിക്കോ? അങ്ങനെയല്ല. ബദരീങ്ങൾ കാവലിലേക്കല്ലാ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തതുപോലെ. നബി തങ്ങൾ എങ്ങനെ ദുആ ചെയ്തത്? ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് ധാരാളമായി പാടിയപ്പോ നബി തങ്ങളുടെ ദുആ, അല്ലാഹുമ്മ അയ്യിദ്ഹു ബിറൂഹിൽ ഖുദുസ്. അല്ലാഹുവേ, ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അദ്ദേഹത്തെ നീ ശക്തിപ്പെടുത്തണേ. എന്തേ അള്ളാഹ്ക്ക് ശക്തിപ്പെടുത്താൻ കഴിയൂല എന്ന് വിചാരിച്ചിട്ടാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞത്? അങ്ങനെ ഒരൊറ്റ മുസ്ലിം വിശ്വസിക്കോ? വിശ്വസിച്ചാ മുസ്ലിം ആവോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയല്ലേ അതേ അസ്തഖ്ദിറുക ബി ഖുദ്റതിക, പടച്ച റബ്ബേ നിന്റെ ഖുദ്റത്ത് കൊണ്ട് ഞാൻ നിന്നോട് അതാ കഴിവ് തേടുന്നു. ലിഅന്നക തഖ്ദിറു വലാ അഖ്ദിറു, നിനക്ക് കഴിവുണ്ട് എനിക്ക് കഴിവില്ല എന്ന് പറഞ്ഞ നേതാവല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി. കാരണം അല്ലാഹുവിന്റെ കഴിവ് സ്വന്തം കഴിവാണ്. മറ്റുള്ളവരുടെ എല്ലാ കഴിവുകളും അല്ലാഹു തആല കൊടുക്കുന്നത് കൊണ്ടാണ്.